അന്തരിച്ച മുൻ മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് പ്രവർത്തകനുമായ അമൽ ബാബുവിൻ്റെ നിര്യാണത്തിൽ മൂവാറ്റുപുഴ നഗരസഭയിൽ അനുശോചന യോഗം ചേർന്നു. നഗരസഭാ ഓഫീസിൽ നടന്ന അനുശോചന യോഗത്തിൽ സമൂഹത്തിൻ്റെ നാനാതലങ്ങളിലുള്ള ആളുകൾ പങ്കെടുത്ത് സംസാരിച്ചു. മൂവാറ്റുപുഴ നഗരസഭ മുൻ കൗൺസിലറും ജനപ്രതിനിധിയുമായിരുന്ന അമൽ ബാബുവിന്റെ നിര്യാണത്തെ തുടർന്ന് മൂവാറ്റുപുഴ നഗരസഭയിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു. ഒരു പൊതുപരിപാടി എങ്ങനെ നടക്കണം, അല്ലെങ്കിൽ അത് ഏറ്റവും മനോഹരമായിരിക്കണം എന്ന് പറഞ്ഞ് എല്ലാം മറന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ചേച്ചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഞാനൊപ്പം ഉണ്ടാവും കേട്ടോ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും തളരരുത് കേട്ടോ എന്ന് പറഞ്ഞിരുന്ന ഒരു കുഞ്ഞനുജൻ തന്നെയായിരുന്നു അമൽ ബാബു. എനിക്ക് കഴിഞ്ഞ ദിവസം അമലിനെ കാണുമ്പോൾ അമലിൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്കൊന്നും എത്തിച്ചേരാനായിട്ടില്ല, ഒരിടത്തും എത്തിച്ചേരാനായിട്ടില്ല എന്നവൻ പറഞ്ഞപ്പോൾ ഇന്നെനിക്ക് അവനോട് ഉറക്കെ വിളിച്ചു പറയണമെന്നുണ്ട്. നീ എവിടെയൊക്കെയോ എത്തിച്ചേർന്നു, അതിലെല്ലാം ഉപരി ഒരുപാട് മനുഷ്യരുടെ മനസ്സുകളിൽ നീ ഇടം പിടിച്ചു. അതിനപ്പുറം നീ എന്ത് നേടാനാണ്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് സഹജീവികളുടെ മനസ്സിൽ ഇടം നേടുക എന്നുള്ളതാണ്. അതിലും വലിയ എന്തു നേട്ടമാണ് ഒരു മനുഷ്യന് വേണ്ടത്? ആ ഒരു വലിയ നേട്ടം കൈവരിച്ചുകൊണ്ടാണ് ഇന്ന് അമൽ ബാബു ജീവിക്കുന്ന ഓർമ്മയായി നമ്മുടെ ഇടയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമാണ് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. MP ഡീൻ കുര്യാക്കോസ്, MLA മാത്യു കുഴൽനാടൻ, CPM ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു, KPCC സെക്രട്ടറി KM സലീം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PA ബഷീർ, നഗരസഭാ വൈസ് ചെയർമാൻ അബ്ദുൾ സലാം, കേരള കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി KM ജോർജ്, BJP പ്രതിനിധി മനോജ് G, CPM ഏരിയ സെക്രട്ടറി MS സുരേന്ദ്രൻ, മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ PP എൽദോസ്, മേരി ജോർജ് തോട്ടം, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, CPIM ലോക്കൽ സെക്രട്ടറി KG അനിൽകുമാർ, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് നൌഷാദ്, നഗരസഭാ ജീവനക്കാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മൂവാറ്റുപുഴ പൗരജനാവലിയുടെ അനുശോചന പ്രമേയം ചെയർപേഴ്സൺ യോഗത്തിൽ അവതരിപ്പിച്ചു. അമൽ ബാബുവിന്റെ ജനസേവനവും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ സജീവ പ്രവർത്തനങ്ങളും അനുസ്മരിച്ചുകൊണ്ട് വിവിധ നേതാക്കൾ അനുശോചന പ്രഭാഷണങ്ങൾ നടത്തി. വളരെയേറെ വേദന തോന്നുന്നത് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഓഫീസിൻ്റെ അവിടെ നിൽക്കുമ്പോൾ വൈകുന്നേരം എനിക്ക് തോന്നുന്ന ഒരു 6 മണി സമയത്താണ് അവിടെ നിന്ന് ഇതേ വഴിക്ക് തിരിച്ചു പോകുമ്പോൾ കൈപൊക്കി കാണിച്ച് ഒന്ന് പുഞ്ചിരിച്ചിട്ടാണ് പോയത്. പല രാഷ്ട്രീയ കേസുകൾ ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നത് അമലും DYFIക്കാർ ഉൾപ്പെടെയായിട്ടുള്ളൊരു രാഷ്ട്രീയ കേസ് നിലവിൽ നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടു കൂട്ടരും, അമലും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ മത്സരിച്ച് സജീവൻ ചേട്ടനുമായിട്ടുള്ളൊരു കേസ് കഴിഞ്ഞ അവധിക്ക് ചക്കാലക്കൻ വക്കീലിനിടുന്നതാണ് ആ കേസ്. നമുക്കെല്ലാം കൂടെ പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞ് അടുത്ത അവധിക്ക് 2 കേസും കൂടെ ഒന്നിക്ക് വെക്കാമെന്ന് എനിക്ക് തോന്നുന്നു എൽദോസ് ചേട്ടൻ അറിയായിരിക്കും പറഞ്ഞ് 2 കൂട്ടരുടെ ഇത് അവസാനിപ്പിക്കുക. എന്നുവെച്ചാൽ ഒരു ഏത് വിഷയത്തെയും അമലിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ ഒരു കൈമുക്കി കാണിക്കലും കൊണ്ട് അവിടെ അവസാനിപ്പിച്ചു പോകുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ മാത്രം രാഷ്ട്രീയ നിലപാടെടുക്കുന്ന മൂവാറ്റുപുഴയിൽ ഇനിയും ദീർഘനാൾ ഒരു സൗഹൃദ രാഷ്ട്രീയത്തിൻ്റെ യുവപ്രതിഭയായി നിൽക്കേണ്ട അമലിൻ്റെ വേർപാടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഉൾപ്പെടെയുണ്ടായ നഷ്ടത്തിലും എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാവിധത്തിലുള്ള അനുശോചനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. 4-ാം വാർഡിൽ ഞങ്ങൾ 2 പേരും മത്സരാർത്ഥികളായിരുന്നു. ഒരു ജെന്റിൽമാൻ രീതിയിൽ എങ്ങനെ മത്സരിക്കാമെന്ന് തെളിയിച്ച ആളാണ് അമൽ ബാബു. കാരണം വ്യക്തിപരമായിട്ടുള്ള യാതൊരു അധിക്ഷേപങ്ങളും ഇല്ലാതെ, വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളില്ലാതെ വളരെ നിശബ്ദമായിട്ട് ഓരോ വീടുകളിൽ ചെല്ലുക, അതുപോലെ തന്നെ അവിടെ വളരെ നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ പെരുമാറുക. അപ്പോൾ നമ്മളും അടുത്ത് തന്നെ ആ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അമലിൻ്റെ ആ ഒരു പെരുമാറ്റ രീതിയെ പറ്റിയാണ്. അതുകൂടാതെ തന്നെ അമൽ അവിടെ സ്വന്തം വാർഡിൽ, മുൻകാലത്ത് കൗൺസിലർ ആയിരുന്ന വാർഡിൽ അവിടെ ചെയ്ത ഏറ്റവും ജനോപകാരപ്രദമായ നടപടികൾ, ഏത് പാതിരാത്രിയിൽ വിളിച്ചാലും എപ്പോഴും കിട്ടുന്ന ഒരു കൗൺസിലർ, ആ രീതിയിലൊക്കെ ആയിരുന്നു അമലിനെ പറ്റി നമ്മുടെ വാർഡിൽ പറഞ്ഞിരുന്നത്. അത് വാസ്തവമായ കാര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് മൂവാറ്റുപുഴയ്ക്ക് തീരാ നഷ്ടമാണെന്നും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും യോഗം അറിയിച്ചു.
സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് മൂവാറ്റുപുഴ 50 വർഷത്തെ സേവന പാരമ്പര്യം. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം സിഗ്നലിനു സമീപം പ്രവർത്തിക്കുന്ന സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് നൽകുന്നത് മികവുള്ള സേവനം. നിങ്ങളുടെ ഏതു വാഹനത്തിന്റെയും അപ്ഹോൾസ്റ്ററി വർക്കുകൾ മികച്ച സേവനത്തോടെയും ഉത്തരവാദിത്തത്തോടെയും ചെയ്തു തരുന്ന സ്ഥാപനം. ജീപ്പുകളുടെ അപ്ഹോൾസ്റ്ററി വർക്കുകൾക്കായി പ്രത്യേക വിഭാഗം. കൂടുതൽ വിവരങ്ങൾക്ക് 9447 319961 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.